യു ഡി എഫിനെ എന്തിനു വേണ്ടി ജനങ്ങൾ ഇനിയും അധികാരത്തിൽ കൊണ്ടുവരും? യു ഡി എഫ് ഭരണകാലത്തുള്ള സംവിധാനങ്ങൾ എല്ലാ അർത്ഥത്തിലും വികസന മുരടിപ്പോടെ പോയ ഒരു യു ഡി എഫ് ഗവൺമെൻറ് ജനങ്ങളുടെ മനസ്സിലാണ്. ശബരിമലയിലുണ്ടായത് പൊറുക്കാനാവാത്ത അപരാധമാണ്. ജനങ്ങളിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന മുന്നണിയല്ല. പക്ഷേ മുന്നണിക്ക് പോരായ്മ ഉണ്ടാകുമ്പോൾ ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ മുൻകാലങ്ങളിലും ഈ മുന്നണി തിരുത്തിയിട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് തന്നെയാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ കോലം കത്തിച്ച് AYFന്റെ പ്രവർത്തകർ പ്രകടനം നടത്തുന്നു. ഈ RSSന്റെ ഏജന്റായി കേരളത്തിലെ സർക്കാർ മാറുന്നു എന്നുള്ള രീതിയിലുള്ള മുദ്രാവാക്യങ്ങളൊക്കെയാണ് അവർ മുഴക്കിയിട്ടുള്ളത്. ശബരിമല അത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണല്ലോ. ഈ നിങ്ങൾ ഗൃഹസമ്പർക്ക പരിപാടികളൊക്കെ നടത്തുമ്പോൾ ആളുകൾ നിങ്ങളോടും ചോദിക്കുന്ന ഒരു വിഷയമായിരിക്കും, ഈ ശബരിമലയിൽ ഇങ്ങനെ സ്വർണം കളവ് പോകുന്ന മോഷ്ടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. ഒരു വിശ്വാസിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. ഇത് ഏതെങ്കിലും തരത്തിൽ അത് മുന്നണി ഭരിക്കുന്ന സർക്കാർ എന്നുള്ള രീതിയിൽ LDFിലേക്കാണ് അതിൻ്റെ എല്ലാ പഴികളും വരുന്നത്. ഇത് പ്രതിരോധിക്കുന്നതിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ടോ? ഈ പത്മകുമാർ ഉൾപ്പെടെയുള്ള CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ നടപടിയെടുക്കാത്തത് തിരിച്ചടിയായി പോയിട്ടുണ്ടോ? തീർച്ചയായും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളവും ഇതൊക്കെ നോക്കിക്കാണുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളവും ശബരിമലയിലുണ്ടായത് പൊറുക്കാനാവാത്ത അപരാധമാണ്. പക്ഷേ ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയിൽ ഈ ഗവൺമെൻറ് ഒരിക്കലും അതുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയമായവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. കോടതി എന്തു പറഞ്ഞോ, കോടതി ഏത് അന്വേഷണത്തിന് ഉത്തരവിട്ടോ ആ അന്വേഷണത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന സമീപനമാണ് ഈ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. തീർച്ചയായും കോടതിയിൽ വാദങ്ങളും എതിർവാദങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാതെ പല ആളുകളും പട്ടികയിൽ ചേർത്ത് വരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ പൂജാരി പോലും, ഈ അമ്പലവുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തമുള്ളവർ പോലും ഇതിൻ്റെ ഭാഗവാക്കാവുന്നു എന്നുള്ള വിധത്തിലുള്ള കോടതിയുടെ കണ്ടെത്തലും ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു കോടതിക്ക് മുന്നിലുള്ളൊരു പ്രശ്നം. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൽ പ്രതിയാക്കപ്പെട്ടവരെല്ലാം അതേപടി ശിക്ഷിക്കപ്പെടേണ്ടതുണ്ടോ അല്ലെങ്കിൽ നടപടിക്ക് വിധേയമാവേണ്ടതുണ്ടോ എന്ന് ജനങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ജനങ്ങൾ അങ്ങനെയൊക്കെ വിലയിരുത്തുമ്പോൾ കുറേ തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട്, തെറ്റിദ്ധരിപ്പിക്കാനുള്ള സമീപനങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഗവൺമെൻറ് വ്യക്തമാക്കിയിട്ടുണ്ട്, ഒരു തരത്തിലും ഗവൺമെൻറ് ഈ കുറ്റവാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു നിലപാടും സ്വീകരിക്കില്ല എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രഖ്യാപിത നയമായി ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മറ്റു രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പിന് എതിരാളികൾക്ക്, ഗവൺമെൻറ് വിരുദ്ധ ശക്തികൾക്ക് സഹായകമായ ഒരു നിലപാടെത്തുന്നതിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് തോന്നുകയാണ്. ഈ പത്മകുമാറിനെതിരെ നടപടി എടുത്തിരുന്നുവെങ്കിൽ അത് സർക്കാരിന് കുറച്ചുകൂടി, മുന്നണിക്ക് കുറച്ചും കൂടി സഹായകമാകുമായിരുന്നില്ലേ? ഒന്നിത് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഒരു കണ്ടെത്തലാണ്. UDFൻ്റെ ഭരണകാലത്തും ചില നീക്കങ്ങളുണ്ടായി എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിലൊരു വ്യക്തി മാത്രമല്ല, തീർച്ചയായും അത് അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണം നടക്കട്ടെ. ആ രീതിയിൽ കുറ്റാരോപിതമായിട്ടുള്ള ആളുകൾ കുറ്റക്കാരനാണെങ്കിൽ തീർച്ചയായും അത് നടപടി എടുക്കുമല്ലോ. ഏതായാലും അദ്ദേഹം ജയിലിൽ കഴിയുകയാണ്. സ്വാഭാവികമായും മറ്റ് കേസുകളിലൊക്കെ നമ്മൾ കണ്ടതാണ്, ഏതെങ്കിലും തരത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയോ ജയിലിൽ പോവുകയോ ഒക്കെ ചെയ്താൽ പാർട്ടി നടപടി. പക്ഷെ പത്മകുമാറിന്റെ കാര്യത്തിൽ അത് ഉണ്ടാകുന്നില്ല. അതൊരു സംശയം ഉണ്ടാക്കുകയാണ്. നിരപരാധിയാണെങ്കിൽ പാർട്ടിയിൽ തിരിച്ചെടുക്കാമല്ലോ. ഒരു നടപടി എടുക്കുക എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യത ഭരിക്കുന്ന പാർട്ടി എന്നുള്ള രീതിയിൽ CPMനും സർക്കാരിനുമൊക്കെ ഇല്ലേ? തീർച്ചയായും ജനങ്ങളെ ഉള്ള വിശ്വാസം നിലനിർത്തിക്കൊണ്ട് ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത ആർക്കുമുണ്ട്. പക്ഷെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ടുള്ള ഒരു സമീപനം കേരളത്തിൽ നടന്ന പല കേസുകളിൽ നിന്ന് വ്യത്യസ്തമായി കോടതിയുടെ നിരീക്ഷണത്തിൽ കൂടി ആ ഒരു സംവിധാനം ഉണ്ടായത് ഈ കേസുമായി ബന്ധപ്പെട്ടാണ്.
അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പോരായ്മകൾ ഉണ്ടെങ്കിൽ അതുകൂടി ഈ ഇത്തരം ചർച്ചകളിലൂടെ അതിന് പരിഹാരം കാണാനും ഇടപെടാനും കഴിയേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴും ഈ സ്വർണ്ണക്കൊള്ള തന്നെയായിരിക്കും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. അത് മറികടക്കാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം ഇപ്പോൾ നിങ്ങൾക്കുണ്ടോ? കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്ത വിഷയം പ്രാദേശിക ഭരണ സംവിധാനങ്ങളും വികസന പ്രവർത്തനങ്ങളുമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പം കേരളം കുറേ കൂടി ഗൗരവമാർന്ന രാഷ്ട്രീയ ചർച്ചകൾ ഉൾപ്പെടെ അതിൽ വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം കേന്ദ്രത്തിലെ മോദി സർക്കാർ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് പച്ചയായ ജനവിരുദ്ധ നയങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഏറ്റവും ഒടുവിൽ കോടിക്കണക്കിന് വരുന്ന ആളുകൾക്ക് ആശ്വാസം പകർന്നിട്ടുള്ള ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് തൊഴിലുറപ്പ് എന്നുള്ള ഒരു സംവിധാനത്തിലൂടെ കോടിക്കണക്കിന് വരുന്ന ആളുകൾക്ക് തൊഴിൽ സുരക്ഷിതം നൽകിയ ഒരു നിയമനിർമ്മാണത്തെയാണ് അട്ടിമറിച്ചത്. ലോകവ്യാപകമായി തന്നെ പ്രശംസിക്കപ്പെട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പോലും പ്രശംസിക്കപ്പെട്ട ആ സംവിധാനം ഇല്ലായ്മ ചെയ്തു. ഈ ഗ്രാമീണ മേഖലകളിലെ ജനങ്ങൾക്ക് ആശ്വാസമുണ്ടായിരുന്ന സംവിധാനത്തെ തകർത്തെറിഞ്ഞ ആ BJP മോഡി സർക്കാർ, രാജ്യത്ത് കലാപമുണ്ടാക്കാൻ പച്ചയായി പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ സർക്കാർ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മണിപ്പൂർ പോലുള്ള മേഖലകളിൽ അതുപോലെ തന്നെ മാവോയിസ്റ്റ് വേട്ട എന്നുള്ള നിലയിൽ ആദിവാസികളെ ആക്രമിക്കുന്നതിൻ്റെ മറവിലൊക്കെ അതിനൊരു കോർപ്പറേറ്റ് ശക്തിയും പിന്തുണയും BJP നൽകുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രകൃതി സമ്പത്ത് കൊള്ളയടിക്കാനുള്ള ആദിവാസി സമൂഹത്തെ ആകമാനം ഇത്തരം സമ്പത്തുള്ള വനമേഖലകളിൽ നിന്ന് ആട്ടിയോടിപ്പിക്കാനുള്ള അജണ്ടയുടെ ഭാഗം കൂടിയാണത്. അപ്പോൾ തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായ രാഷ്ട്രീയം കൂടി ചർച്ച ചെയ്യും. ആ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ, ഇന്ത്യയിലെ ദേശീയപാത ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ, വിവിധ മേഖലകളിലെ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്യുമ്പോൾ കേരളം ഒരുപാട് മുന്നോട്ട് പോകുന്നുണ്ട്. അത് ചർച്ചയാകും. ആ ആത്മവിശ്വാസത്തോടു കൂടി ഈ ഗവൺമെൻറ്, ഈ മുന്നണി ജനങ്ങൾക്കൊപ്പമുള്ള ഒരു മുന്നണിയാണ്, ജനങ്ങളിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന മുന്നണിയല്ല. പക്ഷേ മുന്നണിക്ക് പോരായ്മ ഉണ്ടാകുമ്പോൾ ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ മുൻകാലങ്ങളിലും ഈ മുന്നണി തിരുത്തിയിട്ടുണ്ട്, ഗവൺമെൻറ് തിരുത്തിയിട്ടുണ്ട്. ആ രീതിയിലുള്ള സമീപനങ്ങൾ ഗവൺമെൻറ് സ്വീകരിക്കും. ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ LDF ഒറ്റക്കെട്ടായി നേരിടാൻ വേണ്ടി പോകുന്നത്. ഈ ത്രിപുരയിലും ബംഗാളിലുമൊക്കെ കണ്ടതുപോലെ ഈ തുടർച്ചയായ ഭരണം അത് ഇടതു പാർട്ടികളെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ മറ്റൊരു ശിഥിലീകരണത്തിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ? അപ്പോൾ തുടർഭരണം വേണ്ട എന്ന് പാർട്ടി പ്രവർത്തകർ തന്നെ ആലോചിക്കുകയാണ് എന്നൊക്കെയാണ് പ്രചരണങ്ങളൊക്കെ വരുന്നത്. ഈ തുടർഭരണം ഒരു പ്രശ്നമാണോ? ഒന്ന്, ഒരു മുന്നണി ഗവൺമെൻറ് എന്നുള്ള നിലയിൽ മുന്നണി ഗവൺമെൻറ്റിന് ഏറെ പരിമിതികളുണ്ടാവാം. ഒരു പാർട്ടിയുടെ ഗവൺമെൻറ്റല്ല. ഒരു പാർട്ടിക്ക് അതിൻ്റെ നയപരിപാടികളും കാഴ്ചപ്പാടും ഉണ്ടാവാം. ഒരു മുന്നണിയാകുമ്പോൾ ചിലപ്പോൾ വിട്ടുവീഴ്ച വേണ്ടി വരും, ചിലപ്പോൾ ചില ധാരണകൾ, തീരുമാനങ്ങൾ മാറ്റിവെക്കപ്പെടേണ്ടി വരും. മുന്നണിയെ ഏകോപിപ്പിച്ചുകൊണ്ട് വിശ്വാസമർപ്പിച്ച് ആ പാർട്ടികളെല്ലാം ചേർന്നുകൊണ്ട് ഒരു മുന്നണി സംവിധാനത്തിലൂടെയാണ് മുന്നണി ഗവൺമെൻറ്റുകൾ ഈ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. ആ അർത്ഥത്തിൽ കുറേ കൂടി ഫലപ്രദമായി നമുക്ക് ഈ കാലഘട്ടത്തിൽ പോകേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ തന്നെ ഈ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം, ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. UDFനെ എന്തിനു വേണ്ടി ജനങ്ങൾ ഇനിയും അധികാരത്തിൽ കൊണ്ടുവരണം? UDF ഭരണകാലത്തുള്ള സംവിധാനങ്ങൾ, ആരോഗ്യമേഖല തകർത്ത, വിദ്യാഭ്യാസ മേഖലയെ കച്ചവടവൽക്കരിച്ച, വിലക്കയറ്റം രൂക്ഷമാക്കിയ, സ്വജനപക്ഷപാതം കാട്ടിയ, അഴിമതി ആരോപണങ്ങളുടെ പേരിൽ പല മന്ത്രിമാരും രാജിവെച്ച, എല്ലാ അർത്ഥത്തിലും വികസന മുരടിപ്പോടെ പോയ ഒരു UDF ഗവൺമെൻറ് ജനങ്ങളുടെ മനസ്സിലുണ്ട്. LDF അതല്ല. പക്ഷേ LDFൻ്റെ പോരായ്മ, സമീപനങ്ങൾ മാറ്റം വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആ അർത്ഥത്തിൽ തീർച്ചയായും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി മാനിച്ചുകൊണ്ടുള്ള ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ട് എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ്
കേരളത്തിൽ അധികാരത്തിൽ വരും എന്നാണ് ഞാൻ ചോദിച്ചത്. ഈ തുടർഭരണം ഏതെങ്കിലും തരത്തിലൊരു പ്രശ്നമാണ് എന്ന് അണികൾ അങ്ങനെ കരുതുന്നുണ്ടോ? തുടർഭരണം ഇടതുപക്ഷവും വലതുപക്ഷവും രണ്ട് പക്ഷമാണ്. ഒരു വലതുപക്ഷവുമായി ബന്ധമുള്ള ഒരു ബൂർഷ പാർട്ടികളുമായി ബന്ധമുള്ള ഒരു അഴിമതി നടത്തിയാൽ അത് ആ പാർട്ടിയും ജനങ്ങളും ഒരുപക്ഷെ പൊറുക്കാം. പക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷം ഒരു അഴിമതി നടത്തിയാൽ അതിൻ്റെ അണികൾ, അതിൻ്റെ പ്രവർത്തകർ പൊറുക്കില്ല. ഇടതുപക്ഷത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ശക്തമായ ഒരു ഇടതുപക്ഷം എന്നുള്ള നിലയിലുള്ള പരിപാടികളും കാര്യങ്ങളും തന്നെയാണ്. അത് ബംഗാളാവട്ടെ ത്രിപുരയാവട്ടെ ആ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഈ കേരളത്തിൽ ഈ ഭരണ സംവിധാനത്തിൽ തിരുത്തലുകൾ വേണമെങ്കിൽ അത് നടത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് തോന്നുന്നത്. നിലപാടുകൾ എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ നിലപാടുകൾ, ആ നിലപാടുകളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഈ സർക്കാർ പല പ്രവർത്തനങ്ങളും നടത്തി എന്നുള്ളത് CPI തന്നെ ആരോപിച്ചിട്ടുള്ളതാണ്. ഇതെന്ത് സർക്കാർ എന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് തന്നെ ചോദിക്കേണ്ടി വന്നതും നമ്മൾ കേട്ടതാണ്. അപ്പോൾ PM ശ്രീ വിഷയത്തിൽ PM ശ്രീയിൽ ഒപ്പിടാനുണ്ടായ തീരുമാനം, അതായത് തലയിൽ മുണ്ടിട്ട് പോയി അവിടെ ഒപ്പിട്ട ആ പ്രശ്നം, അത് അതിരൂക്ഷമായാണ്, അതിവൈകാരികമായാണ് CPI ഉയർത്തിക്കൊണ്ടുവന്നത്. CPIയുടെ ആ വിമർശനം മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ ഒരു ആശങ്ക ഉണ്ടാക്കുകയും അവരെയൊക്കെ ഇടതുപക്ഷത്തിൽ നിന്നും അകറ്റുകയും ഒരു ധ്രുവീകരണം, ഒരു ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ഏകീകരണത്തിന് CPIയുടെ ആ നിലപാട് കാരണമായിട്ടുണ്ട് എന്ന് CPMൽ നിന്ന് ചർച്ചകൾ വരികയാണ്. CPMൻ്റെ കമ്മിറ്റികളിൽ നിന്നൊക്കെ വലിയ രീതിയിലുള്ള ചർച്ച വരികയാണ്. അതിന് ഒരു ഇടമായി CPI മാറിപ്പോയിട്ടുണ്ടോ? ആ വിമർശനങ്ങൾ ആ രീതിയിൽ പൊതുസമൂഹത്തിൽ ഇങ്ങനെ ഉയർത്തേണ്ടിയിരുന്നില്ല എന്ന് CPI എപ്പോഴെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ? CPIയെ സംബന്ധിച്ചിടത്തോളം CPIക്കൊരു നിലപാടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊരു നിലപാടുണ്ട്. CPMനും നിലപാട്, CPIക്കും PM ശ്രീ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ ഒരേ നിലപാടാണ്. അതിൻ്റെ ദേശീയ നേതാക്കൾ തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ പാർട്ടികളുടെ സമ്മേളനങ്ങൾ നടക്കുന്ന സന്ദർഭങ്ങളിലും ഇത്തരം വിഷയങ്ങളിൽ ഉണ്ടാകുന്ന അഭിപ്രായങ്ങൾ ഏതാണ്ട് ഒരേപോലെ തന്നെയാണ്. കേരളത്തിലൊരു പ്രത്യേക സാഹചര്യത്തിൽ PM ശ്രീയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാകുന്നത് പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടായ സംഭവങ്ങളല്ല. അതിൻ്റെ നിലപാടുകളും സമീപനങ്ങളുമായി മുന്നണിയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഗവൺമെൻറ്റിലെ മന്ത്രിമാരും ഒക്കെ ചില സന്ദർഭങ്ങളിൽ സൂചിപ്പിക്കേണ്ടവരോട് സൂചിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ പുറത്ത് പറയാൻ CPI നിർബന്ധിതമായതാണ് എന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. തീർച്ചയായും ഈ ഗവൺമെൻറ്റിനകത്തുള്ള മന്ത്രിമാർ, ഈ ഗവൺമെൻറ് മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം പരസ്യമായി നടത്തുന്ന ഇത്തരത്തിലുള്ള ചർച്ചകൾ ആളുകളിൽ സംശയം ജനിപ്പിക്കും. പക്ഷെ എന്തിനു വേണ്ടിയാണോ ഈ ഗവൺമെൻറ്, എന്താണോ ഈ ഗവൺമെൻറ്റിൻ്റെ നയം, എന്താണോ ഇടതുപക്ഷം, ആ ഇടതുപക്ഷ നയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോകുമ്പോൾ അത് ഇടതുപക്ഷ നയമല്ല എന്ന് ചൂണ്ടിക്കാണിക്കേണ്ട ഉത്തരവാദിത്വം CPIക്ക് ഉണ്ടായിരുന്നു. അതാണ് CPI ആ നിലപാട് സ്വീകരിച്ചത്. അത് CPI നേതൃത്വം വ്യക്തമാക്കിയിട്ടുമുണ്ട്. അത് ഞാൻ ചോദിച്ചത്, അത് ഏതെങ്കിലും തരത്തിലൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ, നേരത്തെ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരു തെറ്റിദ്ധാരണയാണല്ലോ ഈ തിരിച്ചടിക്കൊക്കെ കാരണം. അപ്പോൾ CPIയുടെ ആ നിലപാട് മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ ചർച്ചയാവുകയും BJPയും CPMും തമ്മിൽ എന്തോ ഒരു ഐക്യം രൂപപ്പെടുകയാണ്. അതിൻ്റെ ഭാഗമായാണ് ഈ PM ശ്രീയുടെ ഒപ്പുവെക്കൽ എന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ടോ ജനങ്ങൾക്കിടയിലേക്ക്? അത് മാധ്യമങ്ങൾ ബോധപൂർവം കൊണ്ടുവന്ന ചില ചർച്ചയുടെ ഭാഗം കൂടിയാണ്. അതിന് ആ സന്ദർഭങ്ങളിൽ ഉത്തരം പറയേണ്ടവർ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. CPMൻ്റെ നേതാക്കളും CPIയുടെ നേതാക്കളും അത് വ്യക്തമാക്കിയതാണ്. ആ കാര്യത്തിൽ CPIയുടെ നിലപാട് ശരിയായിരുന്നുവെന്ന് തുടർന്നുണ്ടായ സംഭവവികാസം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അത് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. കേരളീയ സമൂഹം അതും തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യം. ഈ കണ്ണൂരിൽ നിന്ന് തന്നെയാണ് മന്ത്രി V ശിവൻകുട്ടിയുടെ കോലം കത്തിച്ച് AYFൻ്റെ പ്രവർത്തകർ പ്രകടനം നടത്തുന്നു. അവരുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഈ RSSൻ്റെ ഏജന്റായി കേരളത്തിലെ സർക്കാർ മാറുന്നു എന്നുള്ള രീതിയിലുള്ള മുദ്രാവാക്യങ്ങളൊക്കെയാണ് അവർ മുഴക്കിയിട്ടുള്ളത്.
ഇതൊക്കെ ഏത് രീതിയിലാണ് മറ്റ് ആളുകൾ മുന്നണിക്ക് പാർട്ടിക്കും പുറത്തു നിന്നുള്ള സമൂഹം നോക്കി കാണേണ്ടത്? ഒന്ന്, AIVF ഒരു യുവജന സംഘടന എന്നുള്ള നിലയിൽ ആ നിലയിലുള്ള അഭിപ്രായം പറയേണ്ട ചെറിയ സ്വാതന്ത്ര്യം അവർക്കുണ്ട്. പക്ഷേ അത് AIVFൻ്റെ മൊത്തത്തിലുള്ളൊരു അഭിപ്രായമായിരുന്നില്ല. നമ്മൾ ചില പ്രശ്നങ്ങളിൽ പ്രതികരണം ഉണ്ടാകുമ്പോൾ വികാരപരമായി ചില സംഭവങ്ങൾ ഉണ്ടായി എന്നുള്ളത് മാത്രമാണ് അത് സംബന്ധിച്ചിട്ടുള്ളത്. നയപരമായ കാര്യങ്ങളെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷ മുന്നണിയിലെ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഉത്തരവാദിത്തത്തോടു കൂടിയാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് എത്രമാത്രം പറയാം, എത്രമാത്രം പറഞ്ഞുകൂടാ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നല്ല ധാരണയാണ്. അതൊരു സംഭവം ഉണ്ടായി എന്നുള്ളതാണ്. അതിൻ്റെ നേതൃത്വം തന്നെ ആ കാര്യം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. തിരുത്തിയിട്ടുണ്ടോ? അതായത് ഏതെങ്കിലും തരത്തിൽ നടപടിയിലേക്ക് പോയിട്ടുണ്ടോ? ആ കോലം കത്തിക്കൽ ശരിയായില്ല എന്ന് തിരുത്തിയിട്ടുണ്ടോ ശരിക്കും? AIVFൻ്റെ സംസ്ഥാന നേതൃത്വം അതിൻ്റെ ബന്ധപ്പെട്ട കമ്മിറ്റികളാണ് ആ കാര്യം വിലയിരുത്തേണ്ടത്. ആ രീതിയിൽ അവർ വിലയിരുത്തി കാണും എന്നാണ് CPIയുടെ അതിർത്തി ഏതായാലും ആ കാര്യത്തിൽ അറിയിച്ചിരുന്നു ആ ഘട്ടത്തിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. CPIയുടെ നയങ്ങൾ, CPIയുടെ ഒരു ഗവൺമെൻറ്, CPIയുടെ ഒരു നിലപാട്, അത്തരം കാര്യങ്ങളിൽ CPIയുടെ ആ കാഴ്ചപ്പാടിന് വിരുദ്ധമായി പോകുന്ന അല്ലെങ്കിൽ അനുകൂലമായി പോകുന്ന ചില പാളിച്ചകൾ അത് സ്വാഭാവികം. പക്ഷേ അത് ഒരു സംഘടന എന്നുള്ള നിലയിൽ ആ സംഘടനക്ക്, ഓരോ സംഘടനക്കും കുറച്ചുകൂടി അതിൻ്റേതായ ഒരു സ്വാതന്ത്ര്യ കാര്യങ്ങളുണ്ടാവും. അത് അവർ വിലയിരുത്തി കാണും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.